മറ്റു ചില വാർത്തകൾ നോക്കുന്നു. കോഴിക്കോട് നാദാപുരം വാണിമേലിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്കാണ് കടിയേറ്റത്. വിവരങ്ങളുമായി മിഥില ബാലൻ ചെയ്യുന്നു. മിഥില, ഇന്നലെ വൈകിട്ടൊരു 3 കുട്ടികൾക്കടക്കം കടിയേറ്റതാണ്. ഇപ്പോഴും നായകൾ അവിടെ തന്നെ തുടരുകയാണോ പിടിച്ചുകെട്ടപ്പെടാതെ? മിഥില. ആഷ്മി, ഈ മേഖല എന്നത് തെരുവുനായ ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ്. തെരുവുനായ ശല്യം ഇത്രയധികം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ഇന്നലെ ഈ പ്രദേശത്ത് തന്നെയാണ് ആഷ്മി പറഞ്ഞതുപോലെ തന്നെ 3 കുട്ടികൾക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ആ പ്രദേശത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റുള്ളത്. ഇവിടെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ചികിത്സയ്ക്കായി. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ്. തെരുവുനായ ശല്യം അതിരൂക്ഷമായിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. പുത്തംപുരയിൽ റഷീദ്, വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള നാളോംചാലിൽ ഹമീദ്, അതിഥി തൊഴിലാളി ചാർഖണ്ഡ് സ്വദേശി മുഹമ്മദ് മൈമൂർ ഷെയ്ഖ് എന്നിവർക്കാണ് ഇന്നിപ്പോൾ കടിയേറ്റുള്ളത്. ഇന്നലെ 3 കുട്ടികൾക്കായിരുന്നു കടിയേറ്റുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 6:30-ക്കായിരുന്നു 3 കുട്ടികൾക്ക് കടിയേറ്റത്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ വീണ്ടും 3 പേർ കൂടി ഈ പ്രദേശത്ത് കടിയേറ്റുള്ളത്. തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇപ്പോഴും തെരുവുനായകൾ ആ പ്രദേശത്ത് തമ്പടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രദേശത്തു നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.